ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി ഒരു പെണ്ണുമായിട്ട് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയും അത് കണ്ടുകൊണ്ട് വരുന്ന അനാമികനെയും രേവതിനെയും അതുപോലെ വേണുവിനെയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭിയുടെ കൂടെ വന്ന പെണ്ണിവരെ കണ്ടിട്ട് അഭിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അഭി അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വേണു എന്ത് ചെയ്തു, നേരെ ചെന്ന് നമ്മുടെ അഭിയുടെ മുമ്പിൽ ചാടി. എന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടാ മോനെ നീ പോകുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു. അതെ, ഇത് എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടാണല്ലേ. ഫ്രണ്ടാണെങ്കിലും ഇനിയിപ്പോ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ, എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. മോന് സമാധാനം ഇല്ലല്ലോ. സമാധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിൽ പിടിക്കാത്ത ഒരുത്തിയാണല്ലോ വീട്ടിൽ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അങ്കിളെ, അല്ല അനാമിക എന്താ വീട്ടിലേക്ക് വരാത്തത്? അത് പിന്നെ എങ്ങനെ വീട്ടിലേക്ക് വരാനാ? ഇവളുടെ ഭർത്താവ് ഇവളെ വന്ന് വിളിക്കുമോ എന്ന് ഓർത്തിരിക്കുക ഞങ്ങള്. ഏതായാലും വിളിക്കുമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മോളെ പോലെയുള്ള പെൺകുട്ടികളായിരുന്നു നിനക്ക് നിന്റെ ഏട്ടനും ഒക്കെ ഭാര്യമാരായിട്ട് വരേണ്ടത്. ഇതിപ്പം ചുളുവിൽ 2 കയറി വന്നില്ലേ. അതിൻ്റെ എല്ലാ കുറവും ആ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എന്താ പേടിച്ചു മാറി പോകാൻ നോക്കുന്നത്? ഞങ്ങളെ കണ്ടെന്നോർത്ത് പേടിച്ചു നിൽക്കുമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. അഭിയുടെ വശത്താ ഞാനും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിന് പിടിച്ച കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയുടെ കൂടെ വന്ന പെൺകുട്ടി പറഞ്ഞു, അല്ല അവര് കൊള്ളാലോ. അതുകൊണ്ട് നമ്മള് ഇവിടെ കണ്ട കാര്യം അവരൊന്നും പോയി പറയില്ല എന്നിങ്ങനെ ആ പെണ്ണിനോട് പറഞ്ഞു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണുവിനെയും രേവതിനെയും അനാമികനെയുമാണ്. അങ്ങനെ നമ്മുടെ വേണു പറഞ്ഞു, ഏതായാലും അവനെ കണ്ടത് നന്നായി. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പം അവനെ ഭീഷണിപ്പെടുത്താലോ. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, അവൻ മലയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞാല് അത് ശരിയാവുമോ? അതുമല്ല, ഈ നോൺ വെജ് ഒക്കെ കഴിക്കാൻ പാടില്ലാത്തതല്ലേ. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കെന്താ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അല്ല നമ്മൾ നോൺ വെജ് കഴിക്കുന്ന കാര്യം ഇനി അവൻ വീട്ടിൽ പോയി പറയുമോ? പിന്നെ ഇനിയിപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി എന്ത് ചെയ്താലും അവൻ നമ്മുടെ വശത്തെ നിൽക്കത്തുള്ളൂ. കാരണം അവന് പേടിയുണ്ട് ഈ കാര്യം നമ്മൾ ഇനി അവിടെ ചെന്ന് പറയുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോഴത്തേക്കും അനാമികയും പറഞ്ഞു, ഓഹ് എൻ്റെ ഈശ്വര, ഈ അഭിയേട്ടൻ ആരെങ്കിലും സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നെങ്കിലേ അവക്കൊരു നല്ല മറുപടി ആയേനെ. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ. അവൾക്ക് തക്ക ശിക്ഷ കിട്ടണം. എന്നെയും അവളുടെ അനിയത്തിയും അവളും കൂടെ ചേർന്ന് അവിടെ വട്ടത്തിൽ വെള്ളം കുരിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വേണമായിരുന്നു. ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന എല്ലാത്തിന്റെ അഹങ്കാരം തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിൽ ഇത് കഴിഞ്ഞ് നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നയന കനകദുർഗയോട് പറയാം, മുമ്പ് നന്ദു ഫ്രണ്ട്സിനൊപ്പം ചുറ്റിക്കറങ്ങുന്ന ഒന്നും അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ നിയന്ത്രിക്കണമെന്ന് ഞാനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ. പക്ഷെ ഇപ്പം അവൾ പുറത്തേക്ക് ഇറങ്ങുന്നൊന്നും ഇല്ലല്ലോ. അതുപോലെ അവൾ പുറത്തേക്ക് ഇറങ്ങണം എന്നല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതേ മോളെ, വീട്ടിനകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് ഭാരം കൂടുമെന്ന് അച്ഛനും പറയുന്നത്. അച്ഛൻ പറയുന്നത് ശരിയാ അമ്മേ. ഞാൻ അവളോട് പല ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പതുക്കെ മറന്നു പൊക്കോളും. അത് മറക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ജോലിയിലെ കൊണ്ടൊക്കെ സാധിച്ചെന്ന് വരും. അത് പിന്നെ മോളെ 1-2 പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ഇന്റർവ്യൂവിന് പോയായിരുന്നു. ഇനി എവിടെയെങ്കിലും കിട്ടുമോന്നൊന്നും അറിയത്തില്ല. അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അമ്മേ. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലെ അവൾ എന്ത് ചെയ്യും? അവള് എങ്ങനെ മുന്നോട്ടേക്ക് പോകും? അവൾക്ക് വല്ല പതർച്ചയും ഉണ്ടാകുമോ? മാനസിക നില തെറ്റുമോ എന്നൊക്കെ എനിക്ക് പേടിയെന്ന് പറഞ്ഞപ്പം, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത്, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഒരു ജോലി അവൾക്ക് മേടിച്ചു കൊടുക്കരുത്. അവിടെ നിന്ന് എത്ര ശമ്പളം കിട്ടിയാലും അതിലുപരി നമുക്ക് വിഷമിക്കേണ്ടി വരും. അനിയുള്ളിടത്തേക്ക് നന്ദൂട്ടൻ പോകാത്ത നല്ലത്. അനിയും നന്ദൂട്ടനും തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അനാമികയുമായിട്ട് പ്രശ്നം ഉണ്ടാകും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നിട്ടൊന്നുമില്ല. സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദൂട്ടന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അനിയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അനാമികയല്ല, സോറി, നയന പറഞ്ഞു, അത് തന്നെ അമ്മ എനിക്കും പറയാനുള്ളത്. തിരിച്ച് അനിക്കും അത് തന്നെയാ. അനാമികനെ ഒരിക്കലും അനി സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെ ഉള്ളതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ആദർശ് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ കനകദുർഗയോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് പൊക്കോ. നേരം വൈകിട്ടും ചെല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ സംശയം തോന്നിയാലോ. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ആദർശേട്ടൻ വന്നിട്ട് പൊക്കോളാം, ഞാൻ അമ്മയോട് പറഞ്ഞതാ. അതാ അമ്മ ഇത്രയും നേരം ഇരുന്നത്. അപ്പൊ കനകദുർഗ പറഞ്ഞു, അത് പിന്നെ മോനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഞാൻ നന്ദൂട്ടിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. വേണ്ട, ഇവിടെ അച്ഛനുണ്ടല്ലോ അമ്മേ.
അപ്പൊ നയന ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ കനകദുർഗ പറഞ്ഞു, നല്ലതാകട്ടെ, നല്ലതായിട്ടിരിക്കട്ടെ, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാൻ മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ കനകദുർഗ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ആദർശ് നമ്മുടെ നയനയുടെ അടുത്ത് വന്നിരുന്നു. നയനയുടെ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്കും നമ്മുടെ നയന ചോദിച്ചു, എന്താ ആദർശട്ട് ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാനിനി നിന്റെ അടിമയാണല്ലോ എന്ന് ഓർത്തു തന്നു. അടിമയോ? അതെന്താ ആദർശട്ടിന് അങ്ങനെ പറയുന്നത്? അങ്ങനെ ആരും എന്റെ അടിമയാകുന്നത് എനിക്കിഷ്ടമല്ല. വേറെ ആരും അടിമയാകണ്ട, കാൽച്ചോട്ടിലൊന്നും നിൽക്കേണ്ട, തുല്യതയിൽ പോകുന്നതാ എനിക്ക് കൂടുതൽ താല്പര്യം. അല്ല, ഇനി നീ എന്നെക്കാളും ഒരുപടി മുമ്പിലാണല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്തത്. എങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് താഴെ നിന്നാ മതിയല്ലോ, അപ്പൊ പിന്നെ നമുക്ക് തുല്യത വരുമല്ലോ, ഒരുപടി മുകളിലാണല്ലോ ആദർശേട്ടൻ. അല്ല, കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മുടങ്ങിയല്ലേ? അതൊന്നും മുടങ്ങില്ല, കമ്പനി നന്നായി നോക്കാൻ പറ്റിയവരാ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കും. പിന്നെ ജീവിതത്തിൽ കമ്പനിയും പണവും മാത്രമല്ലല്ലോ വേണ്ടത്, അതിനപ്പുറവും ചില കാര്യങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ ഇല്ലേ? അല്ല, നിനക്ക് ഈ സർജറിക്ക് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആദർശനോട് പറഞ്ഞോളാം. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്, എൻ്റെ അമ്മായിമ്മ എന്നെ മനസ്സിലാക്കുന്നതിൻ്റെ ആ ഒരു സങ്കടം, അത് മാത്രം. അതൊക്കെ ശരിയാകും നയന, എന്നെക്കാൾ കൂടുതൽ നിന്നെ അമ്മ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. ആ ഒരു ദിവസം വരുന്ന എനിക്ക് തോന്നുന്നില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അനന്തപുരി തറവാട്ടില് സ്വത്തും പണവും മോഹിച്ച് നടക്കുന്ന അത്യാഗ്രഹികൾ ഉണ്ടെങ്കിലും അവിടെ 90% ആൾക്കാരും നന്മയുള്ളവർ തന്നെയാ, നന്മയുടെ നിറകുടം തന്നെയാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാനൊക്കെ പണ്ടൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ മാറിയില്ലേ ഇപ്പം? അല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ട് എന്താ ആദർശേട്ടാ വരാത്തത്? അത് പിന്നെ മുത്തശ്ശ ഹോസ്പിറ്റലിൽ കിടന്നപ്പം മുത്തശ്ശി എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? അവര് പരമാവധി ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പിന്നെ മുത്തശ്ശന് പറ്റാത്തത് കൊണ്ടാണ് അന്ന് ഇവിടെ അഡ്മിറ്റ് ആയതും ഹോസ്പിറ്റലിൽ വന്ന് കിടന്നതും ഒക്കെ. ഒരു കണക്കിന് വരാത്തതല്ല ആദർശേട്ടാ നല്ലത്. അതും ശരിയാ. പിന്നെ ഉണ്ടല്ലോ, ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി നന്നായിട്ട് എൻ്റെ മുത്തശ്ശന് മനസ്സിലാകും ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എന്താണ് ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കും. അതുകൊണ്ട് മുത്തച്ഛൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അല്ല, ഇത്രയും വലിയ കുടുംബക്കാരൊക്കെ ഇവിടുന്ന് അവിടം വരെ നടന്നു പോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു അയ്യപ്പനെ കാണാൻ വേണ്ടി. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ അല്ലേ നയന? പക്ഷെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് എരുമേലി ചെന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകാന്നാ. അത് മതി ആദർശേട്ടാ, ഇത്രയും ദൂരെ കൂടുതൽ നടക്കണ്ട. അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു, അല്ല, എനിക്ക് അബിയുടെ കാര്യം ഓർത്തിട്ടാ കഷ്ടം തോന്നുന്നത്. അവന് 41 ദിവസത്തെ വ്രതം തന്നെ വലിയ വിഷമമായിരുന്നു. അതുപോലെ ഇപ്പം മകരവിളക്കിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവന് ഒരു താല്പര്യമില്ല. ഇതിനിടയ്ക്ക് അവൻ വ്രതം തെറ്റിച്ചൊന്ന് അറിയാനും പറ്റില്ല. നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ അവൻ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വത്തും പണവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മലയല്ല എവറസ്റ്റ് വരെ അവൻ നടന്നു കയറും. അങ്ങനെ ഒരുത്തനാ. അതാ അവന്റെയും അവന്റെ അമ്മയുടെയും തനി സ്വഭാവം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അതെന്തും ആയിക്കോട്ടെ, അബി എന്തും ചെയ്തോട്ടെ, നമുക്കിപ്പം മൈൻഡ് ചെയ്യണ്ട. ഇനിയിപ്പം അത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. പാവം നവ്വിച്ച് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പൊ നന്ദു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചും ഇറക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ വന്ന് നന്ദുവിന്റെ അടുത്ത് ഇരുന്നിട്ട് നന്ദുവിനോട് ചോദിച്ചു, മോൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ മോളെ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അനിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് വിഷമമൊന്നും ഇല്ലാന്ന് നീ 100 തവണ പറയുന്നുണ്ടെങ്കിലും നീ ഏത് നേരവും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണല്ലോ മോളെ. എന്തിനാ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? നീ എന്താ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പുറത്തേക്കൊന്നും പോവാത്തത്? ഓഹോ, നേരത്തെ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം ചുറ്റുന്നതാണല്ലോ അച്ഛന്റെ അമ്മയുടെ പരാതി. പിന്നെ അന്നങ്ങനെ പരാതി പറഞ്ഞെങ്കിലും ഇപ്പൊ നീ പുറത്തേക്കൊന്ന് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്കും നീ ഒരുപാട് മാറിപ്പോയി മോളെ. 2 ദിവസമായിട്ട് നിന്റെ സങ്കടം കൂടി വരുന്നതല്ലാതെ അതിന് ഒരു മാറ്റവുമില്ല. ഹോസ്പിറ്റലിൽ പോയപ്പം മോള് അനീനെ കണ്ടായിരുന്നോ? അനിയെ കണ്ടതിന്റെ ഒന്നും അല്ല അച്ഛാ എനിക്കുള്ളത്. പിന്നെ നിനക്ക് എന്ത് സങ്കടം ഉള്ളത്? അതിന്റെ കാര്യം എന്താണെന്ന് അച്ഛൻ അധികം വൈകാതെ മനസ്സിലാക്കിക്കോളും. അല്ല, നാളെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അച്ഛന് മനസ്സിലായിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ കനകദുർഗ കയറി വരുന്നത് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം കനകദുർഗ അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഗോവിന്ദന്റെ അടുത്തിരുന്നു. അപ്പോഴത്തേക്കും ഗോവിന്ദൻ, താൻ വന്നോ? ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് മോൾക്ക് ഭയങ്കര വിഷമ. മോൾക്ക് മാത്രമല്ല, ഈ അമ്മയ്ക്കും വിഷമമുണ്ട് കേട്ടോ. ഇനി ICUയിൽ കയറി ആദർശിന്റെ അമ്മേനെ കണ്ടപ്പം അവര് വഴക്ക് പറയുകയും മറ്റും ചെയ്തോ? അതാണോ ഈ മുഖത്തിന്റെ ഈ ഐശ്വര്യക്കേടിന്റെ ഒക്കെ ഒരു ലക്ഷണം?
അല്ല, ഞാൻ വേറൊന്നും കൊണ്ടും അല്ല ചോദിച്ചത്. നയനെ കാച്ചി വെച്ച പാലാണല്ലോ ആദർശന്റെ അമ്മ കുടിച്ചത്. ആ പരാതി എന്തായാലും പെട്ടെന്ന് പോവില്ല. അത് ആളി കത്തിക്കാൻ വേണ്ടിയേ ആ വീട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, ഹേയ് അങ്ങനെയൊന്നുമില്ല ഗോവിന്ദേട്ടൻ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട. നയനമോള് അനന്തപുരി തറവാട്ടിലാ ഉള്ളത്, അവൾക്ക് ഒരുപാട് പണിയില്ലേ അവിടെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവള് ഹോസ്പിറ്റലിലേക്ക് വരാതെ നിന്നത്. അല്ല കനകദുർഗ, അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അവൾക്ക് അതിനൊന്നും സമയമില്ലെന്നേ, അതാ അവള് വിളിക്കാത്തത്. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം കഷ്ടത്തില. പെട്ടെന്ന് ഓരോ നേഴ്സുമാർ വന്ന് അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ഞാൻ അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷേ ഗോവിന്ദേട്ടൻ വരില്ലേ എന്ന് ചോദിച്ചില്ലേ, അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരത്തില്ലായിരുന്നു. അല്ല, അവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിൽക്കായിരുന്നുവല്ലോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു, അവിടെ ആദർശേട്ടനും ആദർശേട്ടന്റെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. ആരുണ്ടെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ വേണ്ടേ. ഐസിയുൽ കിടക്കുമ്പം അങ്ങനെ വേണമെന്നൊന്നും ഇല്ല അച്ഛാ. പെണ്ണുങ്ങളുടെ കാര്യം മുഴുവൻ അതിനകത്തിരിക്കുന്ന നേഴ്സുമാരാ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഗോവിന്ദ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഇനി മോളുമായിട്ട് സംസാരിച്ചാലേ അതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. ഏതായാലും ഗോവിന്ദൻ ഇതുവരെ കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദും കനകദുർഗയും അവിടെ ഉള്ളത്. അപ്പൊ നന്ദു പറഞ്ഞു, അല്ല ചേച്ചിക്ക് സംസാരിക്കാമല്ലോ, പിന്നെ ചേച്ചിനെ കൊണ്ട് അച്ഛനെ ഒന്ന് വിളിപ്പിച്ചാൽ എന്താ? അത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി മോളെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തല പെരുക്കുക. പിന്നെ അവള് സംസാരിക്കുമ്പം സംസാരത്തിൽ എന്തെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ അച്ഛനത് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ അച്ഛൻ അത് മതി, എന്താണ് എന്ത് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അതിന്റെ കാരണവും തിരക്കി പിന്നെ നമ്മളെ വിഷമിപ്പിക്കും. അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലും. ഏതായാലും നയനമോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം എല്ലാം അറിയൂലോ, അത് മതി. ഇനി നമ്മൾ കൂടുതലൊന്നും പറയാൻ പോണ്ട. അല്ലമ്മേ, ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് സുഖമാണ്. പിന്നെ ആദർശ് മോന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, കുഴപ്പമൊന്നും ഇല്ലെന്ന് ആദർശ് മോൻ വന്ന് പറഞ്ഞത്. അല്ല, എനിക്ക് അവിടെ പോയി ചേച്ചിക്ക് കൂട്ടിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മേ. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്നത് അനിയെ കാണാനാണെന്ന് എല്ലാവരും പറയും. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അത് ശരിയാ, മോള് പരമാവധി അങ്ങോട്ടേക്ക് പോവാതിരിക്കുന്നത് തന്നെ ഇപ്പൊ നല്ലത്. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അനിയുടെ ജീവിതം തകർക്കുന്നതും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും എനിക്ക് ചേച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകും. അങ്ങോട്ടേക്ക് പോയി ചേച്ചിനെ കാണും. അതിപ്പോ ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആരുടെയും ഭർത്താവിനെ തട്ടിയെടുക്കാനൊന്നും ഒരു താല്പര്യവും ഇല്ല. ഞാൻ അവളുടെ വീട്ടിലേക്കല്ലല്ലോ കയറി ചെല്ലുന്നത്, ഹോസ്പിറ്റലിലേക്കല്ല കയറി ചെല്ലുന്നത്. അവളിനി എന്നോട് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ചെകിട് തീർത്ത് ഞാനാ ഇനി കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ദേഷ്യം വന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. കനകദുർഗ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനീനെ കാണാൻ വേണ്ടി ഐസിയുന്റെ അകത്തേക്ക് നമ്മുടെ ജയൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ജയൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മയക്കത്തിലാണ്. പെട്ടെന്ന് ജയനെ കണ്ടതും ഒന്ന് മയക്കമൊക്കെ വിട്ട് നമ്മുടെ ദേവയാനി ഒന്ന് ഉണർന്നു കേട്ടോ. ഉണർന്നിട്ട് ദേവയാനി ചോദിച്ചു, എന്താ ജയേട്ടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒരുപാട് വിഷമിച്ചല്ലേ നിങ്ങളൊക്കെ? അപ്പോഴത്തേക്ക് ജയൻ പറഞ്ഞു, എങ്ങനെ വിഷമിക്കാതിരിക്കും? അല്ല, മോൻ എന്തി ആദർശ്? അവനെ കണ്ടില്ലല്ലോ, അവന് പുറത്ത് നിപ്പുണ്ട്, അവന് പ്രശ്നമൊന്നുമില്ല. അല്ല, രണ്ടാളും സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ദേവയാനി. അല്ല, ഞാനിങ്ങനെ കിടക്കുവാണെന്ന് കരുതി രണ്ടുപേരും ആഹാരം ഒന്നും കഴിക്കാതിരിക്കരുത്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം, ആദർശിനെ. അത് പിന്നെ ഞാൻ വരാൻ പറയാം. വരുമ്പം അവനൊപ്പം അവളെ വിടരുത് നയനെ. അതെനിക്ക് കാണാൻ പറ്റില്ല. അവളിവിടെ ഉണ്ടോ? അത് പിന്നെ അവളിവിടെ ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കുക. അവൾ ചിലപ്പോൾ നാളെ രാവിലെ വരത്തുള്ളൂ. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവളോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറ. അവളെ കാണുന്നത് എനിക്ക് ദേഷ്യമാ. എനിക്ക് വയ്യാത്തപ്പം എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല. അത് പിന്നെ നീ ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദേവയാനി, ഈ ഒരു സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഹെൽത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ ഏതായാലും പോയി ആദർശിനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് നമ്മുടെ ജയൻ പുറത്തേക്ക് പോകും ആദർശിനെ കൂട്ടിക്കൊണ്ട് വരാന്. ഈ സമയത്താണ് ആദർശ് നയനയുടെ അടുത്താണ് കേട്ടോ. അപ്പൊ നയനക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടീനെ കണ്ടുവച്ചോ. എന്തിനാ ഇപ്പൊ പെൺകുട്ടീനെ കണ്ടുവെക്കുന്നത്? അത് എനിക്ക് പകരമായിട്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എനിക്ക് പകരം ഭാര്യയാക്കാനല്ല ഞാൻ പറയുന്നത്. അല്ല, അമ്മേനെ സഹായിക്കാൻ പെൺകുട്ടീനെ കാണണം എന്നല്ലേ അമ്മ പറയുന്നത്. അപ്പം അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ കാണിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓ, അതിനുവേണ്ടി ഏതായാലും ഇനി ഞാനൊരു പെൺകുട്ടീനെ കണ്ടെത്തേണ്ടി വരും. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ ആദർശേട്ടാ, അത് നിലനിൽക്കണമെങ്കിൽ ഇനിയിപ്പോ ഒരുപാട് കള്ളം നമുക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജയം വന്നിട്ട് അനിയുടെ അല്ല സോറി നയനയുടെ റൂമിൽ കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ ആദർശ് എന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ജയനാണ് കേട്ടോ. അപ്പം ജയനായതുകൊണ്ട് തന്നെ ആദർശ് ചോദിച്ചു, എന്റെ അച്ഛ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഒരു പ്രശ്നവും ഇല്ല മോനെ.
അല്ല അച്ഛൻ അമ്മേനെ കണ്ടോ? ആ ഞാൻ കണ്ടു, ഞാൻ അമ്മേനെ കണ്ടിട്ട് തന്നെയാ വരുന്നത്, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അമ്മ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നയന ചോദിച്ചു, അച്ഛൻ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ് ഒരു കുഴപ്പമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. എങ്കിൽ പിന്നെ അച്ഛൻ ഇവിടെ ഇരിക്കെ, നയനയുടെ അടുത്ത് ഞാനൊന്ന് അമ്മേനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ആദർശ ദേവയാനിനെ കാണാൻ വേണ്ടി അങ്ങ് പോവുക. അങ്ങനെ നയനയുടെ അടുത്ത് ജയൻ ഇരിക്കാണ് കേട്ടോ. അപ്പം ജയൻ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, ഇരിക്കച്ചാ, അവിടെ ഇരിക്കുക, എന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജയന് അങ്ങ് ഇരുന്നു കേട്ടോ. ജയൻ അങ്ങ് ഇരുന്നപ്പോഴത്തേക്കും നയന പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഞാൻ ആദർശേട്ടനോട് പറയുമായിരുന്നു, അമ്മേനെ സഹായിച്ച പെൺകുട്ടിയെ ചോദിക്കുമ്പം എനിക്ക് പകരം ഒരു പെൺകുട്ടീനെ കണ്ടുവെക്കണമെന്ന്. അച്ഛൻ അസുഖം വന്നപ്പം ഞാൻ നേർന്നതാ മോളെ, ഈ സമയം 41 ദിവസം വ്രതം എടുത്ത് മല ചവിട്ടിക്കോളാന്നൊക്കെ. പക്ഷെ അതിങ്ങനെയായി തീരുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതായാലും ഇതിന് ശേഷമാ എൻ്റെ അച്ഛൻ പറഞ്ഞത് വീട്ടിലെ പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മല ചവിട്ടുന്നത് നല്ലതാണെന്ന്. എങ്കിലും ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പോ മോൾക്ക് പകരം ഒരു പെൺകുട്ടിയുടെ പേര് അത് കണ്ടെത്തുക, ഒരു പെൺകുട്ടീനെ കണ്ടെത്തുക, അവളെ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താല്പര്യമുള്ള കാര്യമൊന്നും അല്ല. ഏതായാലും മോളുടെ കാര്യങ്ങളെല്ലാം അറിയണം ദേവയാനി. അതിനുശേഷം ദേവയാനി മോളെ സ്നേഹിച്ചോളും. ഇനിയിപ്പം ആ ഒരു പ്രാർത്ഥനയോട് കൂടിയ ഞാൻ മല ചവിട്ടാൻ പോകുന്നത്. എന്നാണെങ്കിലും ഈ വിവരം അറിയുകയോ അല്ലെങ്കിൽ ദേവയാനി നിന്നെ സ്നേഹിക്കുകയോ ചെയ്യണം. പിന്നെ അവൻ ജനിച്ചതിന് ശേഷം അസുഖക്കാരനായതുകൊണ്ട് രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞത് ദേവയാനി തന്നെയാ. അതുകൊണ്ട് ആദർശ് ഒരു ഒറ്റത്തടിയായിട്ട് വളർന്നു വന്നത്. ഞാൻ അന്നൊക്കെ അവളോട് പറയുമായിരുന്നു, ആദർശിന് താഴെ ഒരു പെൺകുട്ടി വേണമായിരുന്നെന്ന്. അവക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഒരു മകനെ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ദൈവം ഒരു മകളെയും കൂടെ തന്നിരിക്കുക. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. ഇപ്പൊ മരുമോളല്ല, മോള് തന്നെയാ. ഒരു മോള് ചെയ്യേണ്ട കാര്യങ്ങളിലേറെ ഇപ്പൊ മോള് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ദേവയാനിക്ക് അത് നന്നായിട്ട് ബോധ്യമാകും. അന്ന് നോക്കിക്കോ, ഈ മോളെ ഒരുപാട് സ്നേഹിക്കും. ഹേയ് ബോധ്യപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്നെ ആദർശേട്ടനും അച്ഛനും മുത്തശ്ശിയും ഒക്കെ അറിയുന്നുണ്ടല്ലോ, മുത്തശ്ശനും ഒക്കെ അറിയുന്നുണ്ടല്ലോ, അത് മാത്രം മതി. നിങ്ങൾ ആരും അറിയാതെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സങ്കടം ഉണ്ടായേനെ. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നയന ഇങ്ങനെ കിടക്കാണ് കേട്ടോ. ഏതായാലും നയന കിടക്കുന്നത് കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ നമ്മുടെ ദേവയാനിനെയാണ്. അപ്പൊ ദേവയാനിയുടെ അടുത്തേക്ക് ആദർശ് കയറി ചെല്ലുക. കയറി ചെന്നുകൊണ്ട് ദേവയാനി നമ്മുടെ ആദർശനോട് പറയുന്നത്, അത് പിന്നെ മോനെ, ദൈവങ്ങള് എനിക്ക് ആയുസ് കുറച്ചുകൂടെ നീട്ടിത്തന്നു, അതുകൊണ്ടാ ഞാനിപ്പം ഇതുപോലെ ഇവിടെ കിടക്കുന്നത്. ഇനി അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ല മോനെ, ആ കുട്ടി, എനിക്ക് കരള് തന്ന കുട്ടിക്ക്, ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ കുട്ടീനെ ഇപ്പം വാർഡിലേക്ക് മാറ്റി. ഇപ്പൊ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നടക്കുന്ന കാര്യമല്ലായിരിക്കും. ഞാനിപ്പോഴും ആ പെൺകുട്ടീനെ പോയി കണ്ടിട്ടാ വരുന്നത്. ആ പെൺകുട്ടി സുഖമായിട്ടിരിപ്പുണ്ട്. ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അധിക നേരം അമ്മയോട് സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ സംസാരിക്കരുത്. ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പുറത്തുണ്ടാകും. അമ്മ പേടിക്കൊന്നും വേണ്ട. അല്ല മോനെ, മോന് വ്രതം ഉള്ളതല്ലേ, മോൻ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പൊക്കോ, എന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട. ഹേയ്, എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കാന് എനിക്കിപ്പം വ്രതം ഉണ്ടെന്നും പറഞ്ഞ അതൊക്കെ ഓർത്ത് നിന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ടാട്ടോ, ഞാൻ പുറത്തുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ നമ്മുടെ ആദർശം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.